അത് ശരിയാണ്. അപ്പോൾ ഇപ്പോൾ ടി വി മീഡിയ എന്ന് എടുത്താൽ നമ്മളിപ്പോൾ പറയണു താരങ്ങൾ സൂപ്പർ സ്റ്റാർസോ അല്ലെങ്കിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള താരങ്ങളാരും ഇൻ്റർവ്യൂസ് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞില്ലേ, അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് നിങ്ങളുടെ? ഇന്റർവ്യൂസിന് അങ്ങനെ റെസ്ട്രിക്ഷൻ ഉള്ളതായിട്ട് ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ സ്റ്റേജ് ഷോസിൻ്റെ റിലേ ഉണ്ടാവാൻ പാടില്ല. സ്റ്റേജ് ഷോസിന്റെ ഒരു സംഗതി പാടില്ല എന്ന് കേരളത്തിൽ, അത് ടെലികാസ്റ്റ് ചെയ്യാൻ പാടില്ല. സ്റ്റേജ് ഷോ ആവാം, പക്ഷെ ടെലികാസ്റ്റ് ചെയ്യാൻ പാടില്ല. ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയെ ബാധിക്കും. അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്കങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു ഈ പറഞ്ഞതുപോലെ ഒരു സ്റ്റേജ് ഷോ ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഒരു സിനിമ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ ആ സിനിമ പരാജയപ്പെടുന്നതാണ് നല്ലത്. കാരണം ഒരു സ്റ്റേജ് ഷോയോട് പിടിച്ചു നിൽക്കാൻ ആ സിനിമയ്ക്ക് ഗ്രേറ്റ്നെസ് ഇല്ല എന്നാണ് എൻ്റെ അർത്ഥം. സ്റ്റേജ് ഷോ ആയാലും എന്ത് ഷോ ആയാലും ഇപ്പം ടി വി സീരിയൽ വന്നപ്പം ആളുകൾ മുഴുവൻ പറഞ്ഞു ടി വി സീരിയൽ വന്നതോടുകൂടി സിനിമ തകർന്നു എന്നുള്ളത്. ഇതേപോലെയുള്ള കാര്യങ്ങൾ വിദേശങ്ങളിലും ടി വി സീരിയലൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വന്നപ്പോഴും സിനിമ ഇതുപോലെയുള്ള പ്രതിസന്ധികളെ അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെങ്ങനെ അതിനെ മറികടന്നു? നമ്മൾ 25 വർഷം പുറകിലാണെന്ന് ആലോചിക്കണം. അന്ന് ടി വിയിൽ കൂടി കണ്ട് ആസ്വദിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സിനിമകൾ തിയേറ്ററിൽ റിലീസ് ചെയ്തു. സ്പിൽബർഗിനെ പോലെയുള്ള സംവിധായകർക്കൊക്കെ അതിൽ വലിയ പങ്കുണ്ട്. അതെന്ന് വെച്ചാൽ ടി വിയിൽ കണ്ട് ആസ്വദിക്കാൻ പറ്റില്ല, അത്രയും വലിയ ക്യാൻവാസിൽ എന്ന് തിയേറ്ററിൽ തന്നെ കാണണം എന്ന് തോന്നിപ്പിക്കുന്ന സിനിമകൾ വന്നപ്പോൾ ടി വിയുടെ മുമ്പ് ആളുകൾ എഴുന്നേറ്റ് ഓടി അങ്ങോട്ട് തിയേറ്ററിലേക്ക് പോയി. അപ്പോൾ എപ്പോഴും ഒരു പ്രതിയോഗി വരുമ്പോൾ നമ്മളുടെ കരുത്ത് കൂട്ടണം. പ്രതിയോഗിയുടെ ശക്തിക്കനുസരിച്ച് നമ്മളുടെ കരുത്ത് കൂട്ടി എന്ന് വെച്ചാൽ അതിനെ മറികടക്കുന്ന പിന്നെ സിനിമകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം. പക്ഷെ അത് അങ്ങനെ ഒരു ഗ്രാൻഡിയർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടോ നമ്മുടെ മാർക്കറ്റ് നോക്കുമ്പോൾ? മലയാള സിനിമ എപ്പോഴും ഗ്രാൻഡിയർ എന്ന് പറയുന്നത് വലിയ പണം മുടക്കിയിട്ടുള്ളത് എന്നുള്ള അർത്ഥത്തിൽ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മലയാള സിനിമയെ എന്നും ആളുകൾ ശ്രദ്ധിച്ചിട്ടുള്ളത് അതിൻ്റെ തീം സെലക്ഷനിലാണ്. പുതുമയുള്ള ചിന്തകൾ മറ്റു ഭാഷക്കാരൊക്കെ മലയാള സിനിമയെ നോക്കിക്കണ്ടതും അംഗീകരിച്ചതും പുതിയ പിന്നെ അവതരണവും പുതിയ ചിന്തകളും നമ്മുടെ സിനിമകൾ കൊണ്ടുവന്ന കാര്യത്തിലാണ്. അല്ലാതെ തെലുങ്ക് സിനിമയിൽ തമിഴ് സിനിമയോട് പോലും പണം കൊണ്ട് കമ്പീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മളെന്ത് വേണം? നമ്മളുടേതായ പുതിയ പിന്നെ ഒരു സെൻസേഷണലായിട്ടുള്ള പിന്നെ കഥകൾ കൊണ്ടുവേണം നമ്മൾ ശ്രദ്ധ പിടിച്ചു പറ്റാൻ. ശരി, ഇപ്പോൾ അടുത്ത എന്താണ് നിങ്ങളുടെ പ്ലാൻ? നേരത്തെ ഉണ്ടായിരുന്ന പ്ലാനിന്റെ തുടർച്ചയാണ് അടുത്തത്. പ്രത്യേകിച്ച് ഒന്നുമില്ല. എനിക്ക് സ്വന്തമായിട്ട് ചില പിന്നെ അജണ്ടകളോ അല്ലെങ്കിൽ പ്ലാനുകളോ അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും കൂടിയിട്ട് ചില ആഗ്രഹങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് എൻ്റെതായ അഭിപ്രായങ്ങളും ഒക്കെ പറയും. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ആഗ്രഹം ഇതാണ്, എപ്പോഴുമുള്ള ആഗ്രഹം എന്ന് പറയുന്നത് പുതിയ സിനിമ. ഇന്നലത്തെ സിനിമ കഴിഞ്ഞു, ഇനി ആളുകളെ ആകർഷിക്കണമെങ്കിൽ എന്ത് എന്നാലോചിക്കുക. അപ്പോൾ കഥകളുണ്ടാക്കുന്ന കാര്യത്തിലാണ് എപ്പോഴും നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ അഭിനയിക്കുന്ന കഥാപാത്രങ്ങളെക്കുറിച്ച് ഞാൻ ആലോചിക്കാറേയില്ല. അതിപ്പോൾ എൻ്റെ ഒരു വിഷയമല്ല. കൂടുതൽ ഉത്തരവാദിത്തമുള്ള ഒരു ജോലി എഴുത്തായതുകൊണ്ട് അതിനെ പറ്റിയിട്ട് മാത്രമേ ഞാൻ ആലോചിക്കാറുള്ളൂ. വളരെ ഇഷ്ടപ്പെട്ട നന്നായിട്ട് അഭിനയിക്കേണ്ട ഈ കുട്ടി എന്ന് തോന്നിയ ആക്ട്രസസ് ആരൊക്കെയാണ്? ഹീറോയിൻസ് കാലാകാലങ്ങളിൽ ഒരുപാട് ശരി, നിങ്ങൾ അഭിനയിക്കാൻ സ്റ്റാർട്ട് ചെയ്ത കാലം തൊട്ടുള്ള ഇതുവരെയുള്ള ആക്ട്രസസിൽ ആരെയൊക്കെ തോന്നിയിട്ടുണ്ട് നല്ല അഭിനയ ശേഷിയുള്ള കുട്ടി? ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സിനിമയിൽ നിൽക്കുമ്പോൾ പിന്നെ നമ്മൾ ചില പേരുകൾ പറയും, ചില പേരുകൾ നമ്മൾ പറയാൻ തോന്നുകയില്ല. സത്യസന്ധമായിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഇവരെയൊക്കെ വീണ്ടും സിനിമയിൽ അഭിനയിക്കാൻ ചെന്ന് കാണുമ്പോൾ അവരുടെ ഉള്ളിൽ ഞാനൊന്നും നല്ല ആക്ട്രസ് അല്ല അല്ലേ, നിങ്ങളുടെ കാഴ്ചപ്പാട് ഒരു മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന ചില കമൻറ്റുകൾ പേരുകൾ പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്ന് വെച്ച് എനിക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും ഒരു അഭിപ്രായം ഇല്ലാത്ത ആളാണെന്നും വിചാരിക്കേണ്ട. അഭിപ്രായമൊക്കെ ഉണ്ട്. പിന്നെ മരിച്ചവരെ പറ്റി നമുക്ക് എന്ത് അഭിപ്രായം പറയാം, അവർ വന്ന് ചോദിക്കില്ലല്ലോ. ഓക്കെ.
സേഫാണ്. Safe ആണ്. അവരുടെ ഇത് കൂടെയുള്ള ജീവിച്ചിരിക്കുന്ന കണ്ടംപററി ഹീറോയിൻസ് ആരും വന്ന് ചോദിക്കില്ലല്ലോ, എന്താ എന്റെ പേരെന്താ പറയാത്ത. പറയാത്തൊന്നും ചോദിക്കില്ല. സേഫാണ്. പണം എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ? പണം നമ്മുടെ ഒരു പിന്നെ മെച്ചപ്പെട്ട ഒരു ലൈഫ് എപ്പോഴും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. എന്നുവെച്ചാൽ പ്രാഥമികമായ കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ നമുക്ക് ആർക്കും ഉണ്ടാകാൻ പാടില്ല. അതാണ് പണത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് സ്വപ്നങ്ങൾ കാണുന്നവരുണ്ട്. ആ സ്വപ്നം എനിക്ക് വളരെ കുറവാണ്. എന്താ പറയുക, ഒരു ലളിതമായ ഒരു ജീവിതം മാത്രമേ ഇതുവരെ നയിച്ചിട്ടുള്ളൂ. അപ്പോൾ വിവാഹം വരുമ്പോൾ പ്രേമ വിവാഹമായിരുന്നു അല്ലേ? അത് അങ്ങനെ പ്ലാൻ ചെയ്തതാണോ? ആദ്യം അറേഞ്ച്ഡ് മാരേജിന്? ഈ പ്രേമമൊക്കെ ആർക്കെങ്കിലും പ്ലാൻ ചെയ്യാൻ അങ്ങനെയല്ല, അറേഞ്ച് ചിലര് വിചാരിക്കും ഞാനിപ്പോൾ അല്ല, അങ്ങനെയല്ല. പക്ഷെ അവള് ആ പ്ലാനിങ്ങിന്റെ ഭാഗമാവണ്ടേ? അത് അവളെടുക്കുന്ന തീരുമാനമല്ലേ? അത് ശരിയാണ്. നമുക്ക് വൺ സൈഡഡ് ആയിട്ട് കുറെ പ്ലാനിങ്ങും ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന കുറെ ചെയ്തിട്ടുണ്ടാവും അല്ലേ? പക്ഷെ ചിലര് വളരെ ക്ലിയർ ആയിട്ട് അവർ പറയും, ഞാൻ അറേഞ്ച്ഡ് മാരേജ് തന്നെ ചെയ്യും, എനിക്കിങ്ങനെ ഇഷ്ടമില്ല, എൻ്റെ അച്ഛനും അമ്മയും നോക്കി വെക്കുന്ന പെണ്ണിനെ മാത്രമേ കല്യാണം ചെയ്യുമെന്ന്. അങ്ങനെ ഉണ്ടായിരുന്നു ആദ്യം. അതിന് ബ്രേക്ക് ചെയ്തിട്ടാണോ ഈ പെൺകുട്ടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു കല്യാണം എന്ന് പറയുന്ന ആ ഒരു സംഗതിയുടെ വലിയൊരു ആളൊന്നും ആയിരുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ കല്യാണം കഴിക്കുന്ന കാര്യത്തിൽ എനിക്കൊരു തീരുമാനം ഉണ്ടായിരുന്നില്ല. മനസ്സിലായില്ലേ? കല്യാണം കഴിക്കില്ല എന്നാണ് ഞാൻ തീരുമാനിച്ചിരുന്നത്. കാരണം എനിക്ക് കുറച്ചുകൂടെ നമ്മളുടെ എപ്പോഴും ഒരു സ്വതന്ത്രമായിട്ട് നടക്കാനും, നമ്മൾ മൊത്തത്തിൽ ജീവിതത്തിലൊരു ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളാണ്. മനസ്സിലായില്ലേ? വേറെ ആൾക്കാരെ നമ്മുടെ ജീവിതത്തിലേക്ക് വലിച്ചഴിച്ചിട്ട് അവരുടെ ജീവിതവും കൂടി നമ്മൾ തകരാറിലാക്കണമെന്നുള്ള സ്വതന്ത്രം പോയിട്ട് എത്ര കൊല്ലായി? അല്ലല്ല, ഇപ്പൊ അങ്ങനെ സ്വാതന്ത്ര്യം പോയി എന്നൊന്നും പറയാൻ പറ്റില്ല. സ്വാതന്ത്ര്യം കുറെ നമ്മൾ എടുക്കുന്നുണ്ട്. ഇപ്പോഴും എടുക്കാൻ ശീലം ഉണ്ടാവണം, എടുക്കാൻ കഴിയണം. നമ്മൾ തീരുമാനിക്കുന്ന പോലെ അല്ലല്ലോ ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയും നടക്കാറില്ല. ഇത് വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് സംശയങ്ങളായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഒരു കല്യാണ ജീവിതത്തിനൊന്നും പറ്റിയ ആളല്ല എന്നുള്ളൊരു തോന്നൽ. മനസ്സിലായില്ലേ? അത് കാരണം പക്ഷെ പിന്നെ ഞങ്ങൾ തമ്മിൽ പരിചയം ആവുകയും ഒക്കെ ചെയ്തപ്പം ആ തീരുമാനമൊക്കെ മാറി. നിങ്ങൾ ആദ്യം വിചാരിച്ച ഇൻഡിസിപ്ലിൻഡ് എന്ന് പറഞ്ഞില്ലേ, ആ ഇൻഡിസിപ്ലിൻഡ് കുറെയൊക്കെ എപ്പോഴും അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും പിന്നെ വീട്ടിൽ വരും, എപ്പോഴെങ്കിലും ഇറങ്ങിപ്പോകും എന്നൊക്കെ പറയുന്ന സംഗതികൾ പലപ്പോഴും സിനിമയുടെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് വേണ്ടി വരും. എന്ന് വെച്ചാൽ ഇൻഡിസിപ്ലിൻ ആവുക പറയുന്നത് ഞാൻ പണ്ടൊക്കെ എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാരണമില്ലാതെ പോയി കളയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അത് മാറിയെന്ന് മാത്രം. പക്ഷെ ഒരു നല്ല ബലമായിട്ട് തന്നെ യുവർ വൈഫ് ഇസ് ദേർ വിത്ത് യു അല്ലേ? ഷീ ഈസ് ഓൾവേസ് സപ്പോർട്ടഡ്. എത്ര കാർ വേണം, അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞ് പുഷിങ് യു ടു ദാറ്റ്. അല്ല, അതിപ്പോൾ അത് റിയലിസ്റ്റിക് അല്ലല്ലോ. 9 കാർ വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് വാങ്ങിക്കാൻ പറ്റും. അവരെക്കാളും നമുക്ക് ബെറ്റർ കാർ വേണം. അങ്ങനത്തെ ഒരു അൺറിയലിസ്റ്റിക് ആവാൻ നടക്കണ്ടേ? കുട്ടികൾ 2 ആൺമക്കളാണ്. അവർക്കാർക്കും സിനിമയിലൊന്നും അല്ല, മൂത്തമകനും ചില സിനിമകളൊക്കെ പാടിയിട്ടുണ്ട്. ഇപ്പം ഈ ഉദയനാണ് താരം എന്ന് പറഞ്ഞ സിനിമയിൽ പാടിയിരുന്നു. രണ്ടാമത്തവൻ 10th പഠിക്കാൻ. സിനിമയിലേക്ക് തുടർന്ന് പാടാനുള്ള ഒരു ആഗ്രഹമുണ്ടോ മൂത്തമകന്? അവനാഗ്രഹം കാണും. നമ്മളതിനെപ്പറ്റി ഒന്നും സംസാരിക്കാറില്ല. ഈ പിന്നെ ഞാൻ അവനെ സിനിമയിലേക്ക് പാടാൻ വേണ്ടിയിട്ടുള്ള പിന്നെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയോ ശ്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല. കാരണം അതൊക്കെ പ്രൊഫഷണൽ സമീപനമല്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. നമ്മുടെ സ്വന്തക്കാരെയൊക്കെ പിടിച്ച് സിനിമയെ കയറ്റുക, അത് നമ്മൾ കുറച്ചുകൂടെ ഗൗരവത്തോടെ സിനിമയെ സമീപിക്കുന്ന ഒരു പ്രൊഫഷണൽ എന്ന നിലയിൽ പാടില്ലാത്തതാണ്. അത്തരം ഇമോഷൻസ് ഒക്കെ നമ്മൾ മാറ്റി വെക്കണം. അവൻ പാടുന്നത് എനിക്കിഷ്ടമാണ്, പക്ഷെ അത് എൻ്റെ സപ്പോർട്ട് കൂടിയിട്ട് പാടുക എന്ന് പറയുന്ന പരിപാടിയോട് എനിക്ക് താല്പര്യം. പക്ഷേ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം ഈ പ്രൊഫഷൻ എന്തെങ്കിലും ഡിസൈഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടോ ആസ് എ ഫാദർ? അല്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അതെന്ന് വെച്ചാൽ ഒരിക്കലും ഒരാൾക്ക് എന്തെങ്കിലും ടാലൻ്റ് ഉണ്ടെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ടുള്ള
രീതിയിൽ അത് പുറത്തു വരണം, അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവണം. മലയാളത്തിൽ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം. അതൊക്കെ അയാൾ തീരുമാനിക്കേണ്ട വിഷയങ്ങളാണ്. താങ്കൾ തീരുമാനിച്ച പോലെ. അതെ, തീർച്ചയായിട്ടും. അല്ലേ? അയാൾക്ക് അയാളുടെ സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ അതിനുള്ള സൗകര്യങ്ങൾ കിട്ടുമെങ്കിൽ അയാൾ ശ്രമിക്കുകയോ ശ്രമിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യും. അത് അയാളുടെ ഇഷ്ടത്തിന് വിടുകയാണ്. അതിനകത്ത് നമ്മൾ കൈ കടത്തുന്നത് ശരിയല്ല. പിന്നെ അയാളുടെ ജീവിതത്തെ തകർക്കുന്ന രീതിയിൽ ഏതെങ്കിലും റൂട്ടിലേക്ക് അയാൾ മാറിപ്പോകുമ്പോൾ ഒരു അച്ഛനെന്നുള്ള രീതിയിൽ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വന്നേക്കാം. അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വരില്ല എന്ന് വിചാരിക്കാം. ഇല്ല, സ്വന്തം അച്ഛൻ ആദ്യം ഇഷ്ടമില്ലായിരുന്നില്ലേ സിനിമയിലേക്ക് വരുന്നത്? അത് ആദ്യം പറഞ്ഞിട്ട് പോലും വന്നില്ലല്ലോ. ഏതോ ഒരു ഇന്റർവ്യൂവിന് പോകണമെന്ന് പറഞ്ഞിട്ടല്ലേ വന്നത്. ഇവിടെ വന്ന ശേഷം അല്ലേ അങ്ങോട്ട് അമ്മ മുഖാനെ അല്ലേ പറഞ്ഞു. അപ്പോൾ അത് നോക്കുമ്പോൾ അങ്ങനെ എൻ്റെ മകനും അങ്ങനെ ചെയ്താൽ, താങ്കളുടെ മകനും അങ്ങനെ ചെയ്താൽ എന്തായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ? ഒരു കാര്യം ഒരാൾ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അത് ചോദിക്കാവുന്നതാണ്, നമുക്ക് മനസ്സിലാവാത്തതാണെങ്കിൽ. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കി തരാൻ പറ്റുമായിരിക്കും. എൻ്റെ മകനിപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ചോദിക്കും, എന്തിനാണ്, ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായൊരു മറുപടി ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. മറുപടി ഇല്ലെങ്കിൽ, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എനിക്ക് ചിലതൊക്കെ പറയേണ്ടി വരും. അതെ. അപ്പോൾ ഞാനിപ്പോൾ പലപ്പോഴും നമ്മൾ പിന്നെ നമ്മുടെ ജീവിതാനുഭവങ്ങളൊക്കെ അവരുമായിട്ടൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ തോന്നുന്നത് അവർക്ക് മനസ്സിലാക്കാം, വേണ്ടാത്തത് കളയാം. മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ജീവിത രീതിയെക്കുറിച്ചിട്ടും ഒരു ജീവിതത്തിൽ ചില കാര്യങ്ങളോട് എടുക്കേണ്ട സമീപനത്തെക്കുറിച്ചും അവർക്ക് എന്തെങ്കിലും ബോധം ഉണ്ടാകും എങ്കിൽ അതുപോലെ അവർ ചെയ്യും. അതുകൊണ്ട് നമ്മളതിനെപ്പറ്റി ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.